നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവേശം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രചാരണം കൊഴുപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസ്ഥാനത്ത്. പാലക്കാട്ടും തൃശൂരും NDAയുടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നാളെ രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയും എത്തുന്നതോടെ UDF ക്യാമ്പും ആവേശത്തിലാകും. മുഖ്യമന്ത്രി പിണറായി വിജയനിലാണ് LDFന്റെ പ്രചാരണം കേന്ദ്രീകരിക്കുന്നത്. ഇന്ന് മലപ്പുറം ജില്ലയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രചാരണ പരിപാടി. പരസ്യപ്രചാരണം അവസാനിക്കാൻ 10 ദിവസം ശേഷിക്കെ നാടിൻ്റെ മുക്കിലും മൂലയിലും തെരഞ്ഞെടുപ്പ് ആവേശം പാരമ്യത്തിലായി. തെരഞ്ഞെടുപ്പ് പോരിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ ചേരുന്നു. പാലക്കാട് നിന്ന് ഗോകുൽ K വേണുഗോപാൽ, ദീപക് ധർമ്മടം, ഷാരിഖ് നവാസ്, തൃശ്ശൂരിൽ നിന്ന് ഷഫീദ് റാവുത്തർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക്. ദീപക് ധർമ്മടം, പ്രധാനമന്ത്രി ഇന്ന് എത്തുകയാണ്. പാലക്കാട്ടാണ് ആദ്യ പരിപാടി. പ്രധാനമന്ത്രി എന്തെങ്കിലും പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ, അതോ BJP NDA ക്യാമ്പിന് ആവേശമായി രാഷ്ട്രീയ പ്രസംഗം മാത്രമാകുമോ പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാനാവുക? ദീപക്. ദിലീപ് കുമാർ, ഒരു കാര്യം തീർച്ചയാണ്, NDA സംബന്ധിച്ചിടത്തോളം അവർക്ക് നിയമത്തിലുണ്ടായിരുന്ന പഴയ O രാജഗോപാൽ തുറന്ന അക്കൗണ്ട് താമര വിരിഞ്ഞത് നേമത്തായിരുന്നു. എന്നാൽ പിന്നീട് അത് പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. അതിനുശേഷം അത് പൂട്ടുകയും ചെയ്തു. ഇക്കുറിയാണെങ്കിൽ അവർ ഒന്നിലേറെ അക്കൗണ്ടുകൾ ഒരുമിച്ച് തുറക്കണം എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ നേതൃത്വം തന്നെ കേരളത്തിൽ കേന്ദ്രീകരിക്കുന്നു. BL സന്തോഷിൻ്റെ റഡാറിലാണ് കേരളം എന്നുള്ളതാണ് BJPയുടെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോഴേക്ക് അവരുടെ ആവേശം വർദ്ധിത വീര്യത്തോടുകൂടി അത് ബാലറ്റിലേക്ക് മാറ്റുന്ന വിധത്തിൽ, ഒരു ഭാഗത്ത് സംഘടനാ രൂപത്തിൽ, മറ്റൊന്ന് ആവേശത്തിൻ്റെ തരംഗത്തിൻ്റെ രൂപത്തിൽ എന്നുള്ള രീതിയിലാണ് പ്രചരണം. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോയമ്പത്തൂരിലാണ് ഇറങ്ങുന്നത്. കോയമ്പത്തൂരിൽ അവിടെയുള്ള BJP നേതാക്കൾ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിലും ഇലക്ഷൻ നടക്കുന്നു. അതുകൊണ്ടാണ് കോയമ്പത്തൂരിൽ ഇറങ്ങിക്കൊണ്ട് റോഡ് മാർഗം അല്ല അദ്ദേഹം വരുന്നത്. നേരെ ഹെലികോപ്റ്ററിൽ തന്നെ അദ്ദേഹം നേരെ മേഴ്സി കോളേജ് ഗ്രൗണ്ടിലേക്ക് പാലക്കാട് ഇറങ്ങുന്നു. അതായത് ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ച പ്രോട്ടോകോൾ പ്രോഗ്രാം പ്രകാരം 1:35 കോയമ്പത്തൂരിലേക്ക് ഡിപ്പാർച്ചർ. അത് കഴിഞ്ഞ് നേരെ പാലക്കാട് എറൈവൽ 2:05 2:05 ഹെലിപ്പാഡിൽ എത്തുന്നു. അത് കഴിഞ്ഞ് നേരെ പാലക്കാട് ഹെലിപ്പാഡിൽ നിന്നും മേഴ്സി കോളേജ് വഴി അത് കഴിഞ്ഞ് നേരെ ഈ പബ്ലിക് മീറ്റിംഗ് സ്പേസിലേക്ക്, ഞാനീ നിൽക്കുന്ന കോട്ട മൈതാനത്തിലേക്ക് എത്തുന്നു. വലിയ ഒരു സമ്മേളനമാണ് BJP ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ നിന്നും തൊട്ട് വടക്കൻ മേഖലയിലെ തൃശ്ശൂരിൽ പരിപാടി ഉള്ളതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്നില്ല, പക്ഷേ മലപ്പുറത്തിൻ്റെ പല ഭാഗത്തു നിന്നുകൂടി പ്രവർത്തകർ ഇവിടെ എത്തും. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെത്തും. മോഡി ഇന്ന് ഓശാന പെരുന്നാൾ ദിനത്തിൽ എന്തു പറയുമെന്നുള്ളത് നിർണായകമാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ട് ബാങ്കിൽ നോട്ടമിട്ടാണ് BJPയുടെ കേരളത്തിലെ നീക്കം. അതിൽ 2020 ഉണ്ട്. NDAയുടെ ഘടകകക്ഷികളിൽ ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ക്രൈസ്തവ മേഖലയിൽ നിന്നും വോട്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടിൽ അവർക്ക് ഏറ്റവും എളുപ്പം സാധ്യമാകുന്നത് ക്രൈസ്തവ വോട്ടാണെന്ന് അവർ തിരിച്ചറിയുന്നു. പ്രധാനമന്ത്രിയുമായി ബിഷപ്പുമാരുടെ ഒരു സംഘം തന്നെ കണ്ട വാർത്തകൾ നേരത്തെ വന്നതാണ്. അതുകൊണ്ട് ഈ ഓശാന പെരുന്നാൾ ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ രാഷ്ട്രീയ പ്രസംഗം എന്നതിലപ്പുറത്തേക്ക് ക്രൈസ്തവ വിഭാഗത്തിന് വേണ്ടി എന്തുണ്ടാകുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കലുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭ സർക്കാരിനെതിരെ നേരത്തെ കേരള സർക്കാരിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. പിന്നീട് അതിൽ ഒരു മഞ്ഞുരുക്കമുണ്ടായി. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏതായാലും ഈ വരവ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആക്കം കൂട്ടാനുള്ള മോഡിയുടെ വരവാണ്. NDA ക്യാമ്പിൽ അവർ കൃത്യമായി A ക്ലാസ് മണ്ഡലമായി പ്രഖ്യാപിച്ചതിൽ വടക്കേ മലബാറിൽ മഞ്ചേശ്വരം കഴിഞ്ഞാൽ പാലക്കാടാണുള്ളത്. അതുകൊണ്ട് തന്നെ പാലക്കാടേക്കുള്ള വരവിന് ചില ലക്ഷ്യങ്ങളുണ്ട്. മാത്രവുമല്ല, കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറയും എന്നുള്ളതാണ് BJP ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചത്. അതായത് കേരളത്തിൽ ഒരു സിഗ്നിഫിക്കൻ്റ് പൊളിറ്റിക്കൽ റോളിലേക്ക് ബാലറ്റിലൂടെ BJP ഈ തവണ വരും. അത് കഴിഞ്ഞ് അടുത്ത തവണ അധികാരത്തിലേക്ക് എത്തും എന്നുള്ള അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജിയുടെ പ്രഖ്യാപനം മോഡി ഇന്ന് പാലക്കാട് കോട്ട മൈതാനത്തിൽ നടത്തുമോ എന്നാണ് കാത്തിരിക്കേണ്ടത്. മറ്റൊരു കാര്യം, എന്ത് പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപുള്ള വരവ്, അതായത് കേരളത്തിൽ കഴിഞ്ഞ് നേരെ ആസാമിലേക്കാണ് പോയത്. 2 സംസ്ഥാനത്തിലും പ്രധാനമന്ത്രി പ്രത്യേകിച്ചൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രഖ്യാപനം ഉണ്ടാകില്ല. പക്ഷേ ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിൽ ഉണ്ടാക്കാൻ BJP ഭരിക്കണം. പ്രധാനമന്ത്രിയുടെ ഫണ്ടും കേന്ദ്ര ഫണ്ടും ധാരാളം BJP MLA-മാർക്ക് നൽകും എന്നുള്ളത്, അതായത് BJPയെ ജയിപ്പിച്ചാൽ ആ മണ്ഡലത്തിൽ വികസനം ഉണ്ടാക്കും എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. ബാക്കിയുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും BJP ക്യാമ്പിൽ വലിയ ആവേശം നൽകുക എന്നത് തന്നെയാണ്
മോഡിയുടെ പര്യടനത്തിൻ്റെ ലക്ഷ്യം. അതിലപ്പുറം തന്നെ കേരള സർക്കാരിനെതിരെ എന്തു പറയും, അതുപോലെ രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും എന്തു പറയും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ബി ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.